കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ബികോം ഡിഗ്രി വിദ്യാർത്ഥികളുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ലഭിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 3-4 വർഷങ്ങളായിട്ട് നമ്മൾ ബികോം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്റർ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ തൊട്ട് നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് സെമസ്റ്ററിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സായിട്ട് പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. 90 മാർക്കിന് മുകളിലൊക്കെ വാങ്ങിയ വിദ്യാർത്ഥികൾ വരെ നമ്മൾ ക്ലാസ് കേട്ടവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 4 ഇയർ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും കാണാനായിട്ട് പറ്റും, എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ എക്സാമിന് പഠിക്കാം, എങ്ങനെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ പറയും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അതിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ ബികോം വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മാറ്റത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ വർഷം വരെയുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടും അതുപോലെ തന്നെ സിലബസിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അതിനുശേഷം അത് രണ്ടും പുറത്തുനിന്നുള്ള സബ്ജക്റ്റാണ്. നമുക്ക് നമ്മുടെ കൊമേഴ്സിലേക്ക് വരാം. കൊമേഴ്സിൽ ഫസ്റ്റ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സിനകത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള സബ്ജക്റ്റാണ്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. വെറും 1299 രൂപ മാത്രം. അതായത് നിങ്ങൾ ഈ ഒരു സെമ്മ് ഫുള്ള് പഠിക്കുന്നതിന് നമുക്ക് തരേണ്ടത് 1299 രൂപ മാത്രമാണ്. ഇതിന് ഫുൾ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. കാരണം നിങ്ങൾ +1 +2 പഠിച്ച പോലെയല്ല. നിങ്ങളിപ്പോൾ ഒരു ട്യൂഷന് പോകണമെങ്കിലും 4000-5000 രൂപ ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ല. നിങ്ങൾക്ക് 1299 രൂപ തരുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരും. ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. ദെൻ ഈ ഒരു മൊഡ്യൂൾ, എല്ലാ മൊഡ്യൂളിൻ്റെയും നോട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനാണ് നിങ്ങൾക്ക് ഈ ഒരു 1299 നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടിൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ആ വ്യക്തിയോട് ചോദിക്കാനായിട്ടും സാധിക്കും. അതാണ് ഫസ്റ്റ് പേപ്പർ, അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. രണ്ടാമത്തെ സബ്ജക്റ്റ് പിന്നെ വരുന്ന സബ്ജക്റ്റുകളിൽ, അതായത് ഒരു 4 സബ്ജക്റ്റ് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ഡയനാമിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഈ 4 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ള ടെസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളുടെ 3 ഇയർ കോഴ്സ് വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട്സ് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടായിരുന്നു. ആ സെയിം സിലബസ് തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ലാസ്റ്റ് കുറച്ച് പോർഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്, മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ, അതായത് സിലബസ്
സിലബസ് ബേസ്ഡ് കുറച്ച് പോർഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻസ് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ബാലൻസ് പോർഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാനായിട്ട് പറ്റും. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസിൻ്റെ ഒട്ടുമിക്ക ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷനും ഡൈനാമിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഇതിൽ ഏതാണ് നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ വരുന്നത് നിങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് പഠിക്കേണ്ടത്. അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നല്ല, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളൊരു കോഴ്സ് പഠിക്കണം. അപ്പോൾ ആ കോഴ്സ് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന 2 സബ്ജക്റ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളല്ലാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ബാക്കി 2 സബ്ജക്റ്റുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ അത് അക്കൗണ്ടിങ് ഫോർ എവരി വണ്ണും ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അത് ബാക്കി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾക്കും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രയോജനമുള്ളത്, അതായത് നിങ്ങൾ ഇനി ഭാവിയിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റുകൾ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. അങ്ങനത്തുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസസ് എന്നുള്ള സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ പുതുതായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. അത് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പൽസ്, ഗ്യാപ്പ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ഉണ്ടല്ലോ, റവന്യൂ അക്യൂറൽ പ്രിൻസിപ്പൽസ്, അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, പിന്നെ അസറ്റും ലൈബിലിറ്റീസും റെക്കഗ്നൈസ് ചെയ്യുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ഡെഫിനിഷൻ ബാലൻസ് മെത്തേഡാണ് ആ ഒരു ഇതിൽ പഠിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അതിനുശേഷം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ആണ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇനി അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കും. അതിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. അതിനുശേഷം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനാണ്. ദെൻ വരുന്നത് അതിനകത്തും ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് മറ്റൊരു ഇതായിട്ട് പറയുന്നത്. ഇതിനകത്ത് അടുത്തത് വരുന്നത് നമ്മളുടെ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ആണ്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസിൽ ഈ പറയുന്ന മൊഡ്യൂൾ 1, 2, 3 വരെ, അതായത് 3-ക്കകത്ത് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ ടീം മാനേജ്മെൻറ്റ്. അതിനകത്ത് ടീം മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് എന്താണ്, ക്വാളിറ്റി സർക്കിൾ എന്താണ്, ഇതൊക്കെ പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. പിന്നെ അതിൽ വരുന്ന ഒന്നാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ അത് നമ്മളെ ക്ലാസ്സുകളായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കോളേജിൽ ബാക്കി ഏത് ക്ലാസ്സാണോ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയാം. പിന്നെ വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. അതിനകത്ത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് ലെറ്റർ എന്താണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, കോൺഫറൻസിൽ തന്നെ വിവിധ തരത്തിലുള്ള കോൺഫറൻസുകളുണ്ട്, എങ്ങനെയാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ പറ്റിയുണ്ട്, ബിസിനസ് ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്, ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ ബിസിനസ് റിപ്പോർട്ട് എന്താണ്, വിവിധ തരത്തിലുള്ള ബിസിനസ് റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ആ ഒരു സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. പിന്നെ വരുന്നത് ഡൈനാമിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പിന്നെ നിങ്ങൾക്ക് എക്കണോമിക്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നീതി ആയോഗിനെ പറ്റിയും ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
ദെൻ വരുന്നത് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ബിസിനസ്. അതിനകത്ത് നമ്മൾ ഗാട്ടിനെ പറ്റിയും WTO പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, FDA, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് FDA. ഇതൊക്കെ കഴിഞ്ഞ 3 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പല പല ഏരിയാസിലായിട്ട് കിടന്നിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഇതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന സബ്ജക്റ്റാണ് നിങ്ങൾ പഠിച്ച ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇത് കഴിഞ്ഞ തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ BCom വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്ററിൽ അവർക്ക് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഏകദേശം കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സെബി, RBI, IRD എന്താണ്, RBI എങ്ങനെയാണ്, സെബിയുടെ റെഗുലേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയാണ് IPO, EPO അങ്ങനത്തുള്ള കാര്യങ്ങൾ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സെക്കൻഡറി മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ മെക്കാനിസം, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ, സെബി, RBI ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അക്കൗണ്ടിങ് ഫോർ എവരി വൺ. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കല്ല ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓൾറെഡി മാനേജ്മെൻറ്റ് പ്രാക്ടീസ് നമ്മൾ ഇടും, മാനേജ്മെൻറ്റ് തോട്ട് ആൻഡ് പ്രാക്ടീസ് നമ്മൾ വീഡിയോ ഇടും. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലാസ്സുകൾ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന, അതായത് പെയ്ഡ് ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്